ഇന്ന് ഞാൻ ചേമ്പും വൻപയറും ചേർത്ത് ഒരു പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ചേമ്പ് പറിച്ചെടുക്കാം. ചേമ്പ് പറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ചേമ്പ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് കുറച്ച് വൻപയറും ചേർത്ത് ഒരു പുഴുക്കാക്കി എടുക്കാം. ഇത് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കഴുകിയെടുത്തതാണ്. പിന്നെ ഇത് രണ്ടും ഒരു കുക്കറിലേക്ക് ഇട്ട് വേവിച്ചെടുക്കാം. കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മുളക് പൊടി. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. കുറച്ചധികം വെള്ളം ഒഴിക്കണം. വേവുമ്പോൾ ഇതൊന്നും കൂടി നന്നായി കുറുകി വരും. അരപ്പിന് ആവശ്യമുള്ള തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. 5-6 കാന്താരി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. 3 വിസിലാക്കി എടുത്തതാണ്. ഇപ്പം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ചതച്ചെടുത്തതാണ്. ഒരു 3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. പുഴുക്ക് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഓഫ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില വളരെ ടേസ്റ്റിയായ ചേമ്പ് വൻപയർ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന പുഴുക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.